ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഏപ്രിൽ മാസം അടീനിയത്തിന് ചേർക്കേണ്ട സ്പെഷ്യൽ വളമാണ്. ഒരു വളമല്ല, വളത്തിൻ്റെ ഒരു മിക്സ്ചറാണിത്. ഈ ഒരു വളം ചേർത്ത് കഴിഞ്ഞാൽ അടീനിയത്തിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവും. പൂക്കാവടി പോലെ ഉണ്ടാവും. പിന്നെ പൂക്കൾ കുറേ കാലം വാടാണ്ടിരിക്കും. അതുപോലെ തന്നെ അടീനിയത്തിന് കോഡക്സ് ഒക്കെ നല്ലോണം വലുതാവും. ഒരു സ്പെഷ്യൽ വളക്കൂട്ടാണിത്. അപ്പോൾ ഈ ചെടികളൊക്കെ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ വളക്കൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ചെടികളൊക്കെ ഇത്ര ഹെൽത്തിയിലും പൂക്കളും നിറഞ്ഞുണ്ടാവുന്നത്. വളം എന്തുട്ടാന്ന് നമുക്ക് വീഡിയോയിൽ പറയാം. ഇത് നമ്മുടെ അടീനിയത്തിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇത് കണ്ടതിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പ്രൂണിങ് കഴിഞ്ഞുള്ളതാണ്. പ്രൂണിങ് ചെയ്തപ്പോൾ കണ്ട കോഡക്സ് ഒക്കെ നല്ല സൈസായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ വളം ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അടുത്ത മാസത്തോട് കൂടിയിട്ടാണ് കിട്ടുക. ഇതിപ്പോൾ പ്രൂണിങ് കഴിഞ്ഞ് നല്ല സെറ്റാക്കി നിർത്തി കൊടുക്കുക. ഇതുപോലെ സാഫ് തേച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഇളകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു മാസം മുന്നേ പ്രൂൺ ചെയ്തതിന് അതിലിത് മുട്ടുകൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പ്രൂൺ ചെയ്തുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏപ്രിൽ മാസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെടി മതി നമ്മുടെ ഗാർഡനിൽ ഭംഗി കൊടുക്കാൻ. ഇത് ലൈറ്റ് റോസ് ചെടിയാണ്. ഇത് കണ്ട പൂക്കൾ നിറഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടുകാലമായല്ലോ, അപ്പോൾ പൂക്കളൊക്കെ ഇതുപോലെ നിറഞ്ഞുണ്ടായിക്കോളും. അതുപോലെ കോഡക്സ് നല്ല വലുതാണ്. ഇത് ലൈറ്റ് റോസ് സിംഗിൾ പെറ്റലാണ്. അല്ലാതെ എൻ്റെ കയ്യിലുള്ളത് സിംഗിൾ പെറ്റൽ സ്റ്റോക്കാണ്. സിംഗിൾ പെറ്റലിൻ്റെ അടീനിയത്തിന് എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നിയുള്ളത്. നല്ല കോഡക്സ് ഒക്കെ നല്ലോണം ഉരുണ്ട് വരാം ഈ ഒരെണ്ണം ചെടികൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ കോഡക്സിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ഇതിങ്ങനെ അഴുകാണ്ട് നോക്കേണ്ടതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതും വേറൊരു ചെടിയാണ്. ഇതൊക്കെ ഒരു നോർമൽ സ്റ്റേജ് തന്നെയാണ്. ഇതൊരു 15 കൊല്ലം പഴക്കമുള്ളതാണ്. ഈ ചെടി ശ്രദ്ധിച്ചറിയാം. ഇതൊരു വട്ടം അഴുകിപ്പോയി. ഞാനിത് കട്ട് ചെയ്തെടുത്ത് ഇത് കണ്ടത് അഴുകിപ്പോയതാണ്. എന്നിട്ട് പിന്നെ ഞാൻ ശരിയാക്കി ട്രീറ്റ് ചെയ്ത ചെടിയാണിത്. വൈറ്റ് സിംഗിൾ പെറ്റൽ അടീനിയാണ്. ഇതൊക്കെ പിന്നെ നമ്മുടെ തൈ മുളപ്പിച്ച് ഇപ്പോൾ പുതിയ ചെടികളാണ്. അപ്പം ഞാൻ ഏപ്രിൽ മാസം വളത്തിൻ്റെ ഒരു മിക്സറാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂമുട്ടുകളൊന്നും കൊഴിഞ്ഞു പോവില്ല. നല്ല ബ്രൈറ്റ് കളറിലുള്ള അഡീനിയം ഫ്ലവേഴ്സ് ഉണ്ടാവുക. കൊലയായിട്ട് ഉണ്ടാവും ചെയ്യും. ഇനി നമുക്ക് വളം തയ്യാറാക്കാം. ഇത് നമുക്ക് വളക്കടയിൽ നിന്ന് കിട്ടുന്നതാണ് എപ്സം സാൾട്ട്. അത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര തരി എന്ന് പറഞ്ഞാലും കിട്ടുന്നത് എപ്സം സാൾട്ടാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ബ്രാഞ്ചസ് നിറഞ്ഞുണ്ടാവും. നല്ല പച്ചപ്പുണ്ടാവും. അപ്പം ബ്രാഞ്ചസ് കൂടുമ്പോൾ നമ്മുടെ അടീനിയത്തിന് പൂക്കളും അതുപോലെ അതിൽ നിറഞ്ഞുണ്ടാവും. പിന്നെ വേണ്ടത് DAP വളമാണ്. അതും ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയത്തിൽ പൂക്കളുടെ വലുപ്പം കൂടാനും നല്ലൊരു ഭംഗി കിട്ടാനും വാടാണ്ടിരിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുട്ടത്തോടാണ്. മുട്ടത്തോട് ഉണക്കി പൊടിച്ചത്. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കുറയും. നിറഞ്ഞ് പൂക്കൾ നല്ല വലുപ്പത്തിലും നല്ല ബ്രൈറ്റ് കളറിലുള്ള പൂക്കളുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്നത് ഈ വേപ്പിമ്പുണ്ടാക്കുന്നത്. അത് നമ്മുടെ വേരിച്ചീല അങ്ങനത്തെ രോഗങ്ങളൊന്നും വരില്ല. അടീനിയം നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അതും കൂടി മിക്സ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ വെർമി കമ്പോസ്റ്റ്. അപ്പോൾ നമ്മുടെ ചെടിക്ക് നല്ല ആരോഗ്യം വരാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇതും കൂടി ചെയ്യും. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യാം. അതിന് ശേഷം ഓരോ പിടി നമ്മുടെ ചെടിയുടെ കടയ്ക്ക് ഒന്ന് കൊടുക്കുക. അത്രയേ വേണ്ടൂ. നമ്മുടെ അടീനിയത്തിൽ ഈ ഒരു ഏപ്രിൽ മാസം തഴച്ച് പൂക്കളുണ്ടാവും. കഴിഞ്ഞ ഏപ്രിലിൽ ഞാനൊരു വളക്കൂട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതും നമ്മൾ പൂക്കളുണ്ടാവാൻ വേണ്ടി അടീനിയത്തിന് ചേർത്തുള്ളതാണ്. അപ്പോൾ ഈ ഒരു കറക്റ്റ് സമയമാണിത്. അടീനിയത്തിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവാനും ചെടിയുടെ കോഡക്സ് വലുതാവാനും ചെടി തഴച്ച് വളരാനും. ഇനി നമുക്കത് ചെടികൾക്ക് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടീനിയത്തിൻ്റെ കടയൊക്കെ ഒന്ന് ഇളക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ അടീനിയത്തിന് ഇനി വേറെ വളമൊന്നും ചേർക്കേണ്ടി വരില്ല. വളം ചേർത്ത് കഴിഞ്ഞാൽ കൈയോടെ തന്നെ വെള്ളമൊഴിക്കും വേണം. ഈ ഒരു കടയ്ക്കും ഇതുപോലെ. ഇപ്പം ഞാനിതൊക്കെ പ്രൂണിങ് ചെയ്ത് ഒരു മാസമായിട്ടുള്ളൂ. പിന്നെ ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ചേർത്താൽ നല്ലതാണ്. ഇപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു വളം ഇതുപോലെ തന്നെ ചേർക്കണം. അപ്പോൾ നമ്മുടെ അടീനിയത്തിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാം. ഇതുപോലെ കോഡക്സ് വലുതാവും ചെയ്യും. പൂക്കൾ ഇതുപോലെ നിറഞ്ഞുണ്ടാവും. ഇനി നമുക്ക് വെള്ളമൊഴിക്കാം. അപ്പോൾ വളം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈയോടെ തന്നെ വെള്ളമൊഴിക്കണം. വെള്ളം ഇങ്ങനെ വാർന്നു പോകണം. എപ്സം സാൾട്ട് ഉണ്ട്, DAP ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെള്ളം അപ്പം തന്നെ ഒഴിക്കണം. അല്ലെങ്കിൽ ചെടിക്ക് കോട്ടം തട്ടും. നല്ലോണം വെള്ളമൊഴിക്കും വേണം. വെള്ളം ഇതുപോലെ പെട്ടെന്ന് വാർന്നു പോവും വേണം. പിന്നെ ഈ ഒരു സമയത്തൊക്കെ മഴയില്ലാത്ത കാലമാണല്ലോ. അപ്പം നമ്മൾ നല്ല സൺലൈറ്റിൽ വേണം വെക്കാനായിട്ട്. നല്ല സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ഈ ഒരു വളട്ടേൻ്റെ റിസൾട്ട് നമ്മുടെ അടീനിയത്തിൽ കാണുള്ള പൂക്കൾ നിറഞ്ഞുണ്ടാവുള്ളൂ. 7-8 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടി അത്രയും നല്ലതാണ്.
ഇത് ചെടിക്ക് ആരോഗ്യത്തിനുള്ള വളമുണ്ട്. അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാനും ചെടിയുടെ രോഗങ്ങൾ വരാണ്ടിരിക്കാനുള്ള എല്ലാ വളങ്ങളും ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നനച്ച് കൊടുത്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. പൂക്കളൊക്കെ പൂക്കാവടി പോലെ ഉണ്ടാവും. ഈ ഏപ്രിൽ മാസം സ്പെഷ്യലായിട്ട് ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൂക്കളുണ്ടാവും.